ഇത്തവണ ഒരുപാട് നിരവധി പ്രദേശങ്ങളിൽ ഉരുൾപൊട്ടലുകൾ ഉണ്ടായി. കൊച്ചുകുട്ടികളടക്കം എത്രയോ ആളുകൾ ജീവത്യാഗം ചെയ്യേണ്ടി വന്നു. അതുപോലെ തന്നെ അപ്രതീക്ഷമായ വെള്ളപ്പൊക്കത്തിൽ വ്യാപാര മേഖലകളിൽ കനത്ത നാശം വിതക്കുന്ന അവസ്ഥകളിൽ വരെയുണ്ടായി. നമ്മുടെ കോട്ടയം ജില്ലയിലെ ഈരാറ്റുപേട്ട പ്രദേശത്ത്, ആ ഒരൊറ്റ പ്രദേശത്ത് മാത്രം നഷ്ടപ്പെട്ട കണക്കുകൾ പുറത്തു വരുമ്പോൾ 100 കോടികൾക്കപ്പുറമാണ് അതിന്റെ കണക്ക് പുറത്തു വരുന്നത്. അങ്ങനെ അനേകം വീട്ടുപകരണങ്ങളും വീടുകളും കച്ചവട സ്ഥാപനങ്ങളും ഒക്കെ നശിച്ചു പോകുന്ന അവസ്ഥകളിലേക്ക്, പള്ളിയിലെ കാർപ്പറ്റ് പായകൾ കേടായി, വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. ഇങ്ങനെ അനേകം പ്രയാസ പ്രതിസന്ധികൾ ഇപ്പോ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ നിലനിൽക്കുന്ന അവസ്ഥയാണ്. ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകുമ്പോൾ നമുക്ക് നമ്മുടെ ഹൃദയാന്തരങ്ങളെ കൊണ്ട് ചിന്തിക്കേണ്ടത്, ഇങ്ങനെ ഒരു അവസ്ഥ നമുക്ക് വന്നാൽ എന്തായിരിക്കുമെന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തിരക്ഷിക്കട്ടെ. അതുകൊണ്ട് തന്നെ ഇവിടെയൊക്കെ നമുക്ക് ഇടപെടലുകൾ നടത്താൻ കഴിയും. ഒന്ന്, മുഴുവൻ മനുഷ്യരുടെയും ദുഃഖത്തിൽ ആത്മാർത്ഥമായി പങ്കുചേരുക എന്നുള്ളതാണ്. നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട നമ്മുടെ